ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഇക്കായി തീൻ പഠിക്കാം. റിഞ്ചിം രിഞ്ചിം. ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഏക്ക് പേട് ഹേ, പേട് പർ ബന്ദർ ഹേ, പേട് പർ ചിടിയ ഹേ, പേട് പർ ഗിൽഹരി ഹേ, ഗിൽഹരി അണ്ണൻ, പേട് പർ ഗിൽഹരി ഹേ. റിംചിം രിഞ്ചിം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സൗണ്ട്, അതായത് ചെറിയ മഴ പെയ്യുക, ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് റിഞ്ചിം രിഞ്ചിം. ചാറ്റൽ മഴയെന്നും പറയാം, അതിൻ്റെ സൗണ്ടിനും പറയാം റിഞ്ചിം രിഞ്ചിം. അപ്പൊ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചത് ബന്ദറുണ്ട്, ചിടിയുണ്ട്, അടുത്തതാരാ? ഗിൽഹരി. ഗിൽഹരി മീൻസ് അണ്ണാൻ. അടുത്ത അതേ പേജിൽ തന്നെ വേറൊരു ചിത്രമുണ്ട്, മോർ. മയില്. മയിലിന് എന്താ പറയാ? മോർ. മോർ നൃത്തം ചെയ്യുകയാണ്. മയിൽ എപ്പോഴാണ് നൃത്തം ചെയ്യുന്നത്? ആ മഴ വരുന്നതിന് മുമ്പായിട്ടാണ് നൃത്തം ചെയ്യുന്നത്. നോക്കൂ, മേഘങ്ങളെ കാണുന്നില്ലേ? ബാദൽ, മേഘങ്ങളെ കാണുന്നുണ്ട്. അപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മയിലും നൃത്തം ചെയ്യുന്നു, പക്ഷികൾ സന്തോഷിക്കുന്നു, ഗിൽഹരി മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് സന്തോഷിക്കുന്നു അല്ലേ? അതുപോലെ ബന്ദറിന് നല്ല സന്തോഷമുണ്ട്. കാരണം എന്താണ്? മഴ വരാൻ പോവുകയാണ്. മേഘങ്ങളെല്ലാം കൂടി മഴയായി പെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പക്ഷിമൃഗാദികൾ സന്തോഷിക്കുന്നത്. നമ്മുടെ പരിസരത്ത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത്, മഴ തുടങ്ങാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും മഴ പെയ്യുന്നത് അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും. നമുക്ക് അതിൻ്റെ പാഠത്തിലേക്ക് കടന്നാലോ? പേടുക്ക ജാദു എന്ന് പറഞ്ഞിട്ട് ഒരു കഹാനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേടുക്ക ജാദു പറഞ്ഞാൽ മരത്തിൻ്റെ മാജിക്ക്, മരത്തിൻ്റെ ജാദു മാജിക്ക്, മരത്തിൻ്റെ മാജിക്ക്. അതായത് ഒരു മരം എന്തൊക്കെയാണ് നോക്കൂ, മരത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ ബന്ദർ, ഗിൽഹരി, ചിടിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മഴ വരുന്ന സമയത്ത് നോക്കൂ, പക്ഷികളൊക്കെ പറന്ന് മരത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും മഴ വരുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. പേടുക്ക ജാദു എന്ന കഹാനി എഴുതിയത് വിനോദ് കുമാർ ശുക്ല ആണ്. വിനോദ് കുമാർ ശുക്ല. പേടുക്ക ജാദു എന്താണ്? കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ബുവാക്കെ ഘർ മേം പേട് ഥാ. ബുവ, ബുവ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരി. അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. ഏക്ക് പേട് ഥാ, ഉണ്ടായിരുന്നു. പേട് പർ ഗിൽഹരി ദേക്കർ മേനെ കഹാ. അതായത് പേടിലെ ഗിൽഹരിയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. എന്താ? പേടിലെ, അതായത് പേടിന്റെ മേലെ ഒരു ഗിൽഹരി ഉണ്ട്. അതിനെ നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ്, ബുവ ആപ്പിനെ ഗിൽഹരി കഹാംസെ ഖരീദി. ബുവ മീൻസ് എന്താണ്? അച്ഛൻ്റെ സഹോദരി, ചിറ്റ എന്ന് പറയാം, അമ്മായി എന്ന് പറയാം. അമ്മായി ആപ്പിനെ ഗിൽഹരി കഹാംസെ ഖരീദി. ഈ ഗിൽഹരിയെ എവിടെ നിന്നാണ് വാങ്ങിയത്? മേംഭി ലൂങ്ക ഔസേ പാലൂങ്ക. ഞാനും വാങ്ങും, അതിനെ വളർത്തും. ഞാനും വാങ്ങും, അതിനെ വളർത്തും. എന്തിനെ? ആ ഗിൽഹരി, ഗിൽഹരിക്കോ ഖരീദ ഔർ മേനെ പാലൂങ്ക എന്നാണ് ആര് പറയുന്നത്? ആ കുട്ടി ചോദിക്കുന്നത് ബുവായോട്. നോക്കൂ, അടുത്ത ചിത്രം നോക്കൂ, അടുത്ത പേജ് നോക്കൂ. ബുവാനെ കഹാ മേരെ ഘർ മേം പേട് ഹേ. ബുവ എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടില് മരമുണ്ട്. പേടുക്കെ ഹോനേസെ ഗിൽഹരി അപ്പിനെ ആ ജാത്തി ഹേ. പേടുള്ളത് കൊണ്ട് ഗിൽഹരി അണ്ണാൻ തനിച്ചു വരുന്നു. തനിച്ച് വരും. മരം ഉണ്ടെങ്കിൽ എല്ലാ ജീവികളും വരില്ലേ അല്ലേ? അത് അവിടെ ബുവയുടെ വീട്ടിൽ ഒരു മരം ഉള്ളത് കൊണ്ട് ആ മരത്തില് ആരും വാങ്ങാതെ തന്നെ ഗിൽഹരി വന്നു എന്നാണ് അമ്മായി പറയുന്നത്. അടുത്ത പേജ് നോക്കൂ, ചിത്ര ദേക്കിയേ. ഗിൽഹരി, പക്ഷി ഒക്കെ ഉണ്ട് അല്ലേ മരത്തില്. പേട് പർ ദേഖോ, പേടിൽ നോക്കുവിൻ. ചിടിയാം ബൈട്ടി ഹേ. അമ്മായി കുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട്. ചിടിയാം ബൈട്ടി ഹേ. പക്ഷികൾ ഇരിക്കുന്നു. ചിടിയോങ്കോ മേനി നഹീം പാല. ആ പക്ഷികളെ ഞാന് സംരക്ഷിക്കുന്നില്ല. പേടിക്കെ ഹോനേസെ വേ ആ ഗയി. പേടുള്ളത് കൊണ്ട്, മരം ഉള്ളത് കൊണ്ട് അവർ വന്നു. തും അപ്പനെ घर में अब तुम
अपने घर में पेड़ लगा उगा लो तो ഗിൽഹരി ആ ജായേഗി. നീ നിന്റെ വീട്ടിലും മരം നടുകയാണെങ്കിൽ ഗിൽഹരി തനിയെ വന്നുകൊള്ളും. തും അപ്പനെ ഘർ മേം പേട് ഉഗാ ലോ തോ ഗിൽഹരി ആ ജായേഗി. നീ നിന്റെ വീട്ടില് മരം നടുകയാണെങ്കിൽ ഗിൽഹരി തനിയെ വന്നുകൊള്ളും. ചിടിയ ആയേഗി, പക്ഷികളും വരും. बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी. അതായത് ബാഹർ അന്തർ ബാഹർ നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ പഠിച്ചതാണ്. ബാഹർ പുറത്ത് ധൂപ്പ് വെയിലുണ്ടാവുകയാണെങ്കിൽ പേടിക്കെ നീച്ചെ ഛായ ആ ജായേഗി. മരത്തിന്റെ ചുവട്ടില് എന്തുവരും? മരത്തിന്റെ ചുവട്ടിൽ നിഴല് വരും, അതായത് ഛായ, തണലുണ്ടാകും. തബ് ഛായാമേ ഖേൽന അച്ഛാ ലഗേഗ. അപ്പോൾ ആ തണലിൽ കളിക്കുന്നത് നല്ലതായി തോന്നും. ആ തണലിൽ കുട്ടികൾ വെയിലുണ്ടെങ്കിൽ മരത്തിന്റെ ചുവട്ടിലല്ലേ കളിക്കാറ്. നല്ല വെയിലുണ്ടെങ്കിൽ കളിക്കാതെ മാറി നിൽക്കും. പിന്നെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ പോയി കളിക്കും എന്നാണ് ഈ അമ്മായി മകനോട് പറഞ്ഞത്. അപ്പൊ കഥ സിമ്പിളാണ്, ചെറുതാണ്. ഇവിടെ മരത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. പിന്നെ വർഷ എന്ന് പറഞ്ഞാൽ മഴയാണ്, മഴയെക്കുറിച്ചും പറയുന്നതാണ്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് മരത്തിന്റെ മഹത്വമാണ്. പേട് എന്താണ്? പേടെന്ന് പറഞ്ഞാൽ എന്താണ്? മരം. പേട് സർവ ജീവജാലങ്ങളുടെയും വാസസ്ഥലമാണ് പേട്, അല്ലേ? പക്ഷി മൃഗാദികളുടെ വാസസ്ഥലമാണ് പേട്. പിന്നെ പേട് നമുക്ക് പഴം നൽകുന്നു, പൂവ് നൽകുന്നു, തണല് നൽകുന്നു. പേട് ഹംകോ ഛായ ദേത്താ ഹേ, पेड़ हमको फल देता है, पेड़ हमको फूल देता है, पेड़ हमको ലക്കടി देता है. ലക്കടി എന്ന് പറഞ്ഞാൽ എന്താണ്? മരം, അതായത് വിറക് നൽകുന്നു. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പേടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് വായിക്കാം. കഥയൊന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചു തരാം. പേട് കാ ജാദു, പേടിന്റെ മരത്തിന്റെ മാജിക്. बुआ के घर में पेड़ था, पेड़ पर गिलहरी देखकर मैंने कहा बुआ अपने गिलहरी कहाँ से खरीदी. ബുവ, അമ്മായി, താങ്കളുടെ എന്താണ് ആ അണ്ണാനെ എവിടെ നിന്ന് വാങ്ങിച്ചു? മേം ഭീ ലൂങ്ക ഉസേ പാലൂങ്ക, ഞാനും വാങ്ങും, അതിനെ വളർത്തും. ബുവാനെ കഹാ മേരെ ഘർ മേ പേട് ഹേ. അമ്മായി എന്താ പറഞ്ഞ? എന്റെ വീട്ടിൽ പേടുണ്ട്. പേട് ഹോനേസെ ഗിൽഹരി അപ്പനെ ജാതി ഹേ. ആ മരം ഉള്ളത് കൊണ്ട് അണ്ണാൻ സ്വയം വന്നിരുന്നു. പേട് പർ ദേഖോ, പേടിലേക്ക് നോക്കൂ. കുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് അമ്മായി. ചിടിയാം ബൈട്ടി ഹേ, പക്ഷികൾ ഇരിക്കുന്നു. പിന്നെ ചിടിയോങ്കോ മേനെ നഹീം പാല, ആ പക്ഷികളെയൊന്നും ഞാനൊന്നും വളർത്തുന്നില്ല. പേടിക്കെ ഹോനേസെ വേ ആകെ, മരം ഉള്ളത് കൊണ്ട് അവരൊക്കെ വരുന്നു. തും അപ്പനെ ഘർമേ പേടിലെ ഉഗാലോ, നീ നിന്റെ വീട്ടിലും പേട് നടുകയാണെങ്കിൽ ഗിൽഹരി ആ ജായേഗി, ഗിൽഹരി വരും. ചിടിയ ആയേഗി, പക്ഷികളും വരും. നീയും നിന്റെ വീട്ടിൽ ഒരു മരം നടുകയാണെങ്കിൽ അവിടെ ഗിൽഹരിയും വരും, പക്ഷിയും വരും. ബാഹർ ധൂപ്പ് ഹോഗി തോ പേടിക്കെ നീച്ചെ ഛായ ആ ജായേഗി. ബാഹർ പുറത്ത് നല്ല വെയിലുണ്ടെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ നല്ല തണല് വരും. തബ് ഛായാമേ ഖേൽന അച്ഛാ ലഗേഗ, അപ്പോൾ ആ തണലിൽ കളിക്കുന്നത് നല്ലതായിരിക്കും, നല്ല രസമായിരിക്കും എന്നാണ് ഈ കഥ. അപ്പം നിങ്ങൾ നന്നായി വായിക്കാം. വായിച്ചിട്ട് അർത്ഥം ഞാൻ എഴുതി തരാം. ആക്ടിവിറ്റീസിനോടൊപ്പം അർത്ഥം എഴുതിയിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക.